വെന്യൂവിൻ്റെ വോയിസ് കമാൻഡ് ബട്ടൺ നമുക്ക് പിടിച്ചിട്ട് നമ്മൾ ഐ ആം വെരി ഹോട്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കും, അതുപോലെ തന്നെ ഫാനിൻ്റെ സ്പീഡ് കൂട്ടും. അതുപോലെ ഒരുപാട് വോയിസ് കമാൻഡ്സിൽ നമുക്ക് കൺവീനിയൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾ ന്യൂ വെന്യൂ NLine എന്ന് പറയുന്നത്. വെന്യൂ NLineലെ ഷാഡോ ഗ്രേ എന്ന് പറഞ്ഞ കളറാണിത്. ഈ കളറിന് വേണ്ടിയിട്ട് NLine ബുക്ക് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിന് എനിക്കറിയാം, കാരണം അത്രയ്ക്കും അട്രാക്റ്റീവ് ആയിട്ടൊരു കളറാണ് ഈ പറഞ്ഞ ഷാഡോ ഗ്രേ എന്ന് പറഞ്ഞ കളറ്. ഈ കളർ നമുക്ക് വേറെ കോമ്പറ്റീറ്റേഴ്സിൽ അല്ലെങ്കിൽ വേറെ വണ്ടികളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് BMW പെർഫോമൻസ് ലൈനപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. വേറൊരു സ്ഥലത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു കളറ് കാണാൻ സാധിക്കില്ല. അപ്പോൾ അത്രയ്ക്കും യൂണീക്കാണ് ഈ കളറ്. നോർമൽ വേരിയൻറ്റ് നമ്മൾ NLineലേക്ക് വരുമ്പോൾ കുറച്ച് നമുക്ക് ഈ കാണുന്ന കോസ്മെറ്റിക് ചേഞ്ചസ് അല്ലാതെ എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും വരുന്ന കോസ്മെറ്റിക് ചേഞ്ചസ് അല്ലാതെ ഇതിൻ്റെ സസ്പെൻഷനിൽ ട്യൂണിങ്ങിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ സസ്പെൻഷൻ കുറച്ച് NLineൽ സ്റ്റിഫാണ് വരുന്നത്. അത് ഹാൻഡ്ലിങ്ങിനെ കുറച്ച് എന്താ പറയുക നമുക്ക് ഉപകാരപ്രദമാവും. അതുപോലത്തെ ഒരു സ്പോർട്ടി ഹാൻഡ്ലിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഫ്രണ്ട് ലുക്കും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിമാണ്. ആ ഫ്രണ്ടിലെ സ്കിഡ് പ്ലേറ്റുള്ള റെഡ് ലൈനിങ് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിമാണ് വരുന്നത്. പിന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റിൽ നമുക്ക് ഈ പ്രൊജക്ടർ ഹെഡ് ലാമ്പിൻ്റെ ഒപ്പം തന്നെ കോർണറിംഗ് ലാമ്പ്സ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ആണ് അത് ഓൺ ആവുന്നത്. അതിപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള കോർണറിംഗ് ലാമ്പ് ഓണാവും, ലെഫ്റ്റ് സൈഡാണെങ്കിൽ അവിടുത്തെ കോർണറിംഗ് ലാമ്പ് ഓണാവും. മുകളിൽ കാണുന്നത് ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ്, അത് ഹലജിൻ്റെ തന്നെ വന്നേക്കുന്നത്. സൈഡിലും നമുക്കൊരു റെഡ് എലമെൻറ്റ് കാണാൻ സാധിക്കും, NLineൻ്റെ ലോഗോ. പിന്നെ വീല് വരുന്നത് ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് വരുന്നത്. അതിൽ NLineൻ്റെ ഒരു ബാഡ്ജിങ് ആണ്, ഒരു ഹ്യൂണ്ടായുടെ ബാഡ്ജിങ് അല്ല വരുന്നത്. അതുപോലെ തന്നെ റെഡ് കാലിപ്പറിൽ ഡിസ്ക് ബ്രേക്ക്. പിന്നെ മിററിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു യൂണീക്ക് ഡിസൈനിൽ കൊടുത്തേക്കണേ, നോർമൽ ഡിസൈൻ പോലെയല്ല. അതുപോലെ തന്നെ താഴെ നമുക്ക് ആ ഒരു റെഡ് ലൈനിങ് കാണാൻ സാധിക്കും. ബോഡി കളറായിട്ടുള്ള ഡോർ ഹാൻഡിലാണ് വണ്ടിക്ക് വരുന്നത്. കീലെസ് എൻട്രി അതൊക്കെ നമുക്ക് ഈ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ കളറിൻ്റെ ആ ഫിനിഷ് നമുക്ക് കാണുമ്പോൾ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിക്കും. അതുപോലെ ബാക്കിൽ വരുന്ന വീലിലും നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതായത് നമുക്ക് 4 വീലും ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ സെൻട്രൽ ആ ഹൂണ്ടയുടെ ലോഗോയ്ക്ക് പകരം എന്ന് പറഞ്ഞ ബാഡ്ജ് ലോഗോണ് കാണാൻ സാധിക്കുക. ബാക്കിലേക്ക് വരാണെങ്കിൽ ബാക്കിൽ ഫുൾ കണക്റ്റഡ് ടൈൽ ലാംപ്സ് ആ സെറ്റപ്പ് വന്നേക്കുന്നത് ഫുൾ LED കണക്റ്റഡ് ടൈൽ ലാമ്പാണ് വരുന്നത്. NLineൻ്റെ ബാഡ്ജിങ്. പിന്നെ മെയിനായിട്ട് ട്വിൻ എക്സോസ്റ്റ്. ഇതിൻ്റെ സൗണ്ട് ഞാൻ പറയുകയാണെങ്കിൽ വളരെ എന്താ പറയുക സ്പോർട്ടി ആയിട്ടുള്ള സൗണ്ട് തന്നെ വരുന്നത്. നമുക്ക് MBD ഒന്നും പേടിക്കാതെ തന്നെ ഇതിൽ റൈസൊക്കെ ചെയ്ത് കൊണ്ടുപോകാം, കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ LED ടൈൽ ലാംപ്സ് നമുക്ക് ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. പിന്നെ ഡീഫോഗർ ലെൻസും ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ വൈപ്പർ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ മേലേക്ക് പോകണമെങ്കിൽ സ്റ്റോപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ചെറിയൊരു സ്പോയിലറിൻ്റെ ഒരു സംഭവം, സ്പോയിലർ വന്നിട്ടുണ്ട്. മേലെ ഷാർക്ക് ഫിൻ ആൻറ്റിന, അതുപോലെ തന്നെ റൂഫ് റെയിൽസിലും നമുക്ക് ആ ഒരു റെഡ് ഡിസൈൻ കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ട് ആ റെഡിൻ്റെ ഒരു ഇൻസൈറ്റ് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കാണാനും അട്രാക്റ്റീവായിട്ട് നമ്മുടെ കണ്ണിൽ പോയിടുക സംഭവം റെഡ് കൊടുത്തേക്കുന്നത് അവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് ലുക്ക് വരുന്ന വണ്ടിയുടെ. ഞാൻ നോക്കിയിട്ട് നമ്മുടെ നോർമൽ ഇതിനെക്കാട്ടി ചെറിയ വ്യത്യാസം വരുന്നത് ആ റെഡ് ലൈനിങ്ങും അതുപോലെ തന്നെ എക്സോസ്റ്റ് ലൈനാണ്. ബാക്കിയൊക്കെ സെയിമാണ്. ഡ്രൈവർ സൈഡ് ഡോർ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ബ്ലാക്ക് ഇൻറ്റീരിയറാണ് വരുന്നത് വണ്ടിക്ക്. അത് കാരണം തന്നെ ഫുൾ ബ്ലാക്ക് കളറുള്ള ഡോറാണ്. ഇവിടെ നമുക്കൊരു സോഫ്റ്റ് മെറ്റീരിയലാണ്, നമ്മുടെ ഹാൻഡ് റെസ്റ്റൊക്കെ പോലെ തന്നെ. ഇവിടെ നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസ്. പിന്നെ നമുക്കിവിടെ പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ അഡ്ജസ്റ്റബിളും ഫോൾഡബിളുമാണ് മിറർ, 2 ഓപ്ഷനും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫോൾഡബിൾ മിറർ വളരെ നല്ലൊരു ഫീച്ചറാണ്. വണ്ടി ഓഫ് ആകുമ്പോൾ അത് ഫോൾഡ് ആവും, അതുപോലെ തന്നെ ഓപ്പൺ ആവും. അങ്ങനത്തെ ഒരു ഫീച്ചർ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇൻറ്റീരിയർ ഡിസൈൻ വളരെ പ്രീമിയം ലെവലിൽ വന്നിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക് ആയ കാരണം കൊണ്ട് പെട്ടെന്ന് അഴുക്കൊന്നും പിടിക്കില്ല. പിന്നെ നമ്മുടെ AC വെൻസിലും ആ ഒരു റെഡ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. AC വെൻസ് കൺട്രോളിൽ താഴെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ തന്നെ IGS, അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓഫാക്കുന്ന ബട്ടൺ ഇവിടെ ഉണ്ട്. വണ്ടി ഓൺ ആകുമ്പോൾ അതൊക്കെ ഓണായിരിക്കും. നമുക്ക് വേണ്ടെങ്കിൽ ഓഫാക്കാം, പക്ഷേ ഓരോ ബട്ടൺ നമ്മൾ ഓണാക്കുമ്പോൾ അത് ഓഫാക്കേണ്ടി വരും. താഴത്തെ പെഡൽസ് ആ ഒരു റേസിംഗ് സ്പോർട്ടിനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. പവർ അഡ്ജസ്റ്റബിൾ സീറ്റ്സാണ്. നമുക്ക് മുമ്പിലോട്ടും ബാക്കിലോട്ടും അതുപോലെ തന്നെ റിക്ലൈൻ ഫംഗ്ഷനും പവറാണ്. പക്ഷേ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് മാനുവലാണ്. അത് നമ്മൾ മാനുവലായിട്ട് തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ സീറ്റിൻ്റെ ഒക്കെ ഒരു ഫിനിഷിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റെഡ് ലൈനിങ്ങും എന്താ പറയുക വളരെ ലെതറേറ്റാണ് സീറ്റ് വരുന്നത്. NLineൻ്റെ ബാഡ്ജിങ് അതുപോലെ തന്നെ റെഡ് കളറൊക്കെ വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രീമിയം ഫീൽ നിങ്ങൾക്ക് കിട്ടും. അതായത് നോർമൽ വേരിയൻറ്റിനെക്കാട്ടിയും ഒരു വ്യത്യാസമുണ്ട്. സ്റ്റിയറിങ്ങിലൊക്കെ ആ ഒരു വ്യത്യാസം കാണാൻ സാധിക്കും. നോർമൽ വേരിയൻറ്റിനെക്കാട്ടിയും വേറൊരു സ്റ്റിയറിംഗ് വില വന്നേക്കുന്നത്. അതിൽ നമുക്ക് റെഡ് സ്റ്റിച്ചിങ് കാണാൻ സാധിക്കും. അതുപോലെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നോർമൽ വേരിയൻറ്റിൽ വരുന്ന പോലെ തന്നെ വന്നേക്കുന്നത്. റൈറ്റ് സൈഡിൽ MIDയിലൊക്കെ കൺട്രോൾസ്, ലെഫ്റ്റ് സൈഡിൽ ഇൻഫോർടൈൻമെൻറ്റ് കൺട്രോൾസ് അതൊക്കെ സെയിമാണ്. MIDയും കാര്യങ്ങളൊക്കെ സെയിം തന്നെ വരുന്നത്, നോർമൽ വേരിയൻറ്റിൻ്റെ പോലെ തന്നെ വരുന്നത്. ഇവിടെ നമുക്ക് പെഡൽ ഷിഫ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ഈ പ്ലസ് കഴിഞ്ഞാൽ ഗിയർ അപ്പ് ചെയ്യാം, അതുപോലെ തന്നെ ഇവിടെ ഡൗൺ ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ട്.
അത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഗിയർ മാറുന്നത് നമ്മൾ അറിയില്ല, അത്രയ്ക്കും സ്മൂത്തായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് വരുന്നത്. 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ AC കൺട്രോൾസിൽ നമുക്ക് ഒരു റെഡ് എലമെൻറ്റ് കാണാൻ സാധിക്കും. ഈ നോബ്സൊക്കെ പ്ലാസ്റ്റിക് ആണ്, പക്ഷേ നല്ല ക്വാളിറ്റി വന്നിട്ടുണ്ട്. ഇവിടെ ഹസാർഡ് സ്വിച്ച് സെൻട്രലായിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ബട്ടൺസ് നോബ്സായിട്ട് വന്നിരിക്കുന്നത്. ടച്ച് സ്ക്രീൻ അല്ല, അത് നന്നായി. എനിക്ക് ഇങ്ങനത്തെ റൊട്ടേറ്റിംഗ് നോബ്സാണ് ഇഷ്ടം. അതാണ് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സുഖം. താഴെ പവർ സോക്കറ്റ്, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഗിയർ നോബ് 7 സ്പീഡ് DCT ട്രാൻസ്മിഷൻ വരുന്ന അടിപൊളി ട്രാൻസ്മിഷനാണ്. ഗിയർ ബോക്സൊക്കെ നമുക്ക് ഗിയർ മാറുന്നത് അറിയില്ല. നമുക്ക് വേണമെങ്കിൽ ഈ ഡീൽ ഇപ്പുറത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ മാനുവൽ പോലെ ഓടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്കിതിൽ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്, എക്കോ, സ്പോർട്ട്, അങ്ങനത്തെ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്കിൽ ഇതുപോലൊരു എന്താ പറയുക ഡാർക്ക് ക്രോമിൻ്റെ ഫിനിഷ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ്, അതിനിടയിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, അത്രയ്ക്ക് ചെറുതല്ല, നോർമൽ നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, ചെറിയ നിലയ്ക്ക് വയ്ക്കാം. അതുപോലെ തന്നെ ഗ്ലൗ ബോക്സ്, കൂൾഡ് ഗ്ലൗ ബോക്സാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കൂളായിട്ട് തന്നെ സൂക്ഷിക്കാൻ സാധിക്കും. മുകളിലായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വേരിയൻറ്റിൽ സൺറൂഫ് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് സൺറൂഫിൻ്റെ കൺട്രോൾസ് കാണാൻ സാധിക്കും. മാപ്പ് ലാംപ്സ് ഉണ്ട് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും. പിന്നെ മിററിൽ നമുക്ക് നമ്മുടെ SOS, അതുപോലെ തന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ്, ബ്ലൂ ലിങ്ക് കണ്ടിട്ട് കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഡാഷ് ക്യാം വരുന്നുണ്ട്. അത് ഈ വേരിയൻറ്റിൽ മാത്രമേ വരുന്നുള്ളൂ ഡാഷ് ക്യാം. അതിൽ മെമ്മറായിട്ട് നമുക്ക് സൂക്ഷിക്കാം. ബാക്കിലെ ഡോർ ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഫുള്ളി ബ്ലാക്ക് ഇൻറ്റീരിയറാണ്. സ്റ്റോറേജ് സ്പേസ് കുറച്ച് കുറവുണ്ടെന്നുള്ളൂ ബാക്കിലെ ഡോറിൽ. ഫ്രണ്ടിലെ ഡോറിനെ അപേക്ഷിച്ചിട്ട് വേറെയൊക്കെ നോർമലായിട്ട് വരുന്നത്. ഇൻറ്റീരിയർ സ്പേസ് നമുക്ക് അത്യാവശ്യം വരുന്നുണ്ട്. ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ ആ ഒരു സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ റെഡ് സ്റ്റിച്ചിങ്, അതുപോലെ തന്നെ ലെതറായിട്ട് സീറ്റ്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. ബാക്കിലും സെൻട്രൽ ആംറെസ്റ്റ് വരുന്നുണ്ട്. റിയർ AC വെൻസ് ഉണ്ട്, അതിലും നമുക്ക് ആ റെഡ് എലമെൻറ്റ് കാണാൻ സാധിക്കും. 2 ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ പോർട്ട് ബാക്കിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ് ഡിസൈൻ വന്നിരിക്കുന്നത്. വളരെ പ്രീമിയം ലെവൽ വന്നിട്ടുണ്ട്. പ്രീമിയം ലെവലല്ല, സ്പോർട്ടി, വളരെ സ്പോർട്ടിയായിട്ട് വന്നിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ ഒരു സൗണ്ട് വരും. ആ സൗണ്ടും ഈ ഒരു ഇൻറ്റീരിയറൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ എന്താ പറയുക അഡ്രിനലൈൻ റഷ് അത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു അഡ്രിനൽ റഷ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെന്യൂ NLine ബുക്ക് ചെയ്യുക. അപ്പോൾ ഈ വണ്ടിനെ കുറിച്ച് ഓൺ റോഡ് പ്രൈസ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഓഫറുകളും കാര്യങ്ങളൊക്കെ അറിയാനും വണ്ടിക്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.